പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഓല മേഞ്ഞ വീട്. ഇവിടെ എത്തുന്ന ആളുകളെല്ലാം ഈ വീടിനകത്തേക്ക് കയറുകയും എങ്ങനെയാണ് ഈ ഓല മേഞ്ഞ വീടിൻ്റെ അകവശമൊക്കെ എങ്ങനെയാണെന്ന് ആളുകൾ നോക്കിക്കാണും. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു വീട് കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ ഒരു കൗതുകമാണ് എന്താണ് ഓല മേഞ്ഞ വീടിൻ്റെ പ്രത്യേകത, അതിനുള്ളിൽ കയറുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയുണ്ട് ഓലപ്പരയ്ക്കകത്ത് എങ്ങനെയുണ്ട്? നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ല വാർത്ത കെട്ടിടത്തെക്കാളും ഏറ്റവും നല്ലതാണ്. വാർത്ത കെട്ടിടത്തെക്കാളും നല്ല തണുപ്പ് ഇതിനകത്ത് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു അമ്മ കൂടി നമ്മോടൊപ്പമുണ്ട്. പണ്ടത്തെ കാലത്ത് ഓലപ്പരയിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഓലപ്പര എൻ്റെ കല്യാണത്തിനൊക്കെ ഓലപ്പരയ്ക്കകത്ത് തന്നെ ഇറക്കിക്കൊണ്ട് വന്നു. ഓലപ്പരയുടെ ഒരു പ്രത്യേകത എന്താണ് ശരിക്കും? ഓലപ്പര പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓലയായിരുന്നു അന്നത്തെ സമയത്ത് ഓലപ്പരയെ വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. ചൂട് കാലത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണോ? ആണ്, തണുപ്പായിരുന്നു. നിലത്തോട്ടൊക്കെ പായ വിരിച്ച് കിടന്ന് നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ AC-ക്കകത്തൊക്കെ ഇരിക്കുന്നതിന് തുല്യം ചൂട് കാലത്ത് അതേ രീതിയിലുള്ളൊരു ഇല്ലെങ്കിലും അങ്ങനായിരുന്നു. ഇപ്പൊ ഇത് കണ്ടപ്പോ എന്ത് തോന്നി? നമ്മുടെ പഴയ കാലം തോന്നി, പഴയകാല ഓർമ്മകൾ വന്നു. മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? മഴക്കാലത്തൊക്കെ ഈ വീട് തന്നെയായിരുന്നു. പിന്നെ അങ്ങുഞ്ഞൊക്കെ സമയത്ത് മേയാതെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങുഞ്ഞൊക്കെ ചിത്തുള്ളിച്ച വെള്ളമൊക്കെ പെയ്യും. അന്നത്തെ കാലത്ത് ഒരു പ്രാവശ്യം ഓല മേഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ വരെ നിൽക്കുമായിരുന്നു? വർഷം, അടുത്ത വർഷം പിന്നെ ചെയ്യും. എല്ലാ വർഷവും ഓല മേയലുണ്ട്, മേയണം, അങ്ങനായിരുന്നു. ഏതായാലും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഈ ഓല മേഞ്ഞ വീട് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പായ കാണാം. ഈ പായലൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സുഖമൊക്കെ മുതിർന്ന ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്കൊന്നും ഇത് കാണാത്ത കാഴ്ചകളായിരിക്കാം. മുറം ഉണ്ട്, പുതിയ തലമുറയിലെ ആളുകളും നമുക്ക് ഇവിടെ കാണാൻ. ഓലപ്പര കണ്ടപ്പോൾ എന്ത് തോന്നി? തോന്നിയില്ല. നല്ല രസമുണ്ട്. ഈ ഓലപ്പരയുടെ സമീപം തന്നെ നമ്മുടെ കാർഷിക പാരമ്പര്യം അത് വെളിവാക്കുന്ന കാര്യങ്ങളുമുണ്ട്. നെല്ല് പാകമായി നിൽക്കുന്നത് കാണാം. അതായത് ഒരു വയലിൻ്റെ ഒരു മിനി പതിപ്പ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. പ്രായഭേദമന്യേ ആളുകൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഓലപ്പര തന്നെയാണ്. ഒരു റാന്തൽ വിളക്ക് കൂടിയുണ്ട്. സർ, ഒരു സെക്കൻഡ്, എങ്ങനെയുണ്ട്? എത്രമാത്രം ആളുകൾ വരുന്നുണ്ട് കാണാൻ? ഇത് വളരെയധികം ആൾക്കാർ, എല്ലാവർക്കും ഇതിനോട് നല്ല താല്പര്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മൾ പോകുന്നൊരു ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീടിൻ്റെ ഫ്രണ്ടിലൊരു കുളമുണ്ട്, അല്ല പുഞ്ചവയലുകൾ, ഇതെല്ലാം എല്ലാ ജനങ്ങൾക്കും നല്ലൊരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് കാണേണ്ടത് തന്നെയാണ്. എന്നാലും ഇപ്പോഴത്തെ തലമുറ ഈ ഒരു ഓല മേഞ്ഞ വീട് അത് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അവർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കേരളം വിപണന പ്രദർശനമേള പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.